ഹലോ ഡിയേഴ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ തയ്യാറെടുപ്പിലാണല്ലേ. നമ്മളെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പക്ഷെ പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് താനും. പക്ഷേ ഈ സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഠിച്ചതെല്ലാം മറന്നു പോകുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രീതികളെല്ലാം ഒന്ന് മാറ്റുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഏതൊക്കെ സബ്ജക്ട്സ് എപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇനി നമുക്ക് വേണ്ടത്. ഏറ്റവും കംഫർട്ടായിട്ടുള്ള സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് വേണം നമ്മളിനി പഠിക്കാൻ. കാരണം ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മളെ ബ്രെയിനിനെ ഒരു അലമാര പോലെ സങ്കല്പിക്കുക. അലമാരയിൽ നമ്മൾ ഡ്രസ്സുകൾ എത്രത്തോളം അടുക്കും ചിട്ടയോടെ വെക്കുന്നുവോ അത്രത്തോളം ഈസിയാണ് നമുക്ക് അതിൽ നിന്ന് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യവും. നമ്മൾ അടുക്കും ചിട്ടയോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓർത്തെടുക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ നമുക്കറിയാം മാത്സിലൊക്കെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അല്ലേ? ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ അതുപോലെ തന്നെ. ഇതൊക്കെ പഠിച്ചു വെക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഹിസ്റ്ററിയിലാണെങ്കിലോ കുറേ വർഷങ്ങൾ, അല്ലേ? എല്ലാം കൂടെ എങ്ങനെ നമ്മൾ പഠിച്ചു വെക്കും? അപ്പോൾ മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് മാർക്കറ്റിലൊക്കെ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിക്കാൻ കിട്ടും. നമ്മളത് വാങ്ങിച്ചിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ എഴുതി വെക്കുക. കളർ പെന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് വായിക്കും, നമ്മുടെ ബ്രെയിൻ അത് വീണ്ടും ക്യാച്ച് ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ എടുത്തിട്ട് നമ്മളെപ്പോഴും കടന്നു പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടേക്ക് ഈ ചുമരിലൊക്കെ ഇത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ അതൊക്കെ ക്യാച്ച് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതൊക്കെ പഠിച്ചു വെക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ സോഷ്യൽ അതുപോലെ ലാംഗ്വേജ് സബ്ജക്ട്സിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വലിയ എസ്സേസ്, അല്ലേ? അത് പഠിച്ചു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണടാ, നമ്മളിങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് കുറേ നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അത് കേൾക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബ്രെയിൻ അതങ്ങോട്ട് ക്യാച്ച് ചെയ്തോളും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളോട് തന്നെ ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അതേപോലെ നമ്മൾ അമ്മ, അല്ലേ, നമ്മൾ പെറ്റ്സൊക്കെ ഉണ്ടാവല്ലോ വീട്ടിൽ, അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടീച്ചറാണെന്നുള്ള രീതിയിലൊക്കെ വെറുതെ അവരോടൊക്കെ പോയിട്ട് ഇതിങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുക. അവർ തിരിച്ചൊന്നും പറയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടും. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്, അല്ലേ? ഗൂഗിളിൽ നോക്കാം, അല്ലേ? സൈലത്തിന് തന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലേ, വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് താഴെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പോകും. പക്ഷെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സമയമില്ല, അല്ലേ? പഠിക്കാൻ ഒരുപാടുണ്ട് താനും. അപ്പോൾ സ്വയം എന്ത് ചെയ്യുക, നമ്മളുടെ മൊബൈൽ യൂസേജ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ടിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.